ഹക്കിലേക്കല്ലേ തിരിച്ചു വിളിക്കേണ്ടത്? അതിനു പകരം ഇത്തരം കഥകൾ പറഞ്ഞുകൊണ്ട് ഇത്തരക്കാരിലേക്ക് സമൂഹത്തെ വിളിക്കാൻ ഈ ഉസ്താദുമാർ പരിശ്രമിക്കുന്നത്. കെ.എം. മൗലവി റഹിമഹുല്ലാ അൽ ബിദഅത്തുൽ കറാമ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു 26-ാമത്തെ പേജിൽ, ഇനി അല്ലാഹു തആലയുടെ ഔലിയാക്കളിൽ ചിലർക്ക് അവിടെ ഹയാത്തിലും മൗത്തിൻ്റെ പുറകെയും ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള സ്വാധീനത, അഥവാ അസാധാരണമായ വിധത്തിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാക്കുവാനും നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്നും ലോകം മുഴുവനും അവർക്ക് വഴിപ്പെട്ടതാണെന്നും ദൃശ്യലോകത്തിലാകട്ടെ ആലമുൽ ഗൈബിലാകട്ടെ യാതൊന്നും അവിടെ അനുവാദത്തോടു കൂടി അല്ലാതെ നടക്കുകയില്ല എന്നും, അതിനാൽ ഏതു കാര്യസാധ്യത്തിനും എന്ത് സങ്കട പരിഹാരത്തിനും പൊതുജനങ്ങൾ അവരെ വിളിച്ച് അവരോട് തന്നെ പ്രാർത്ഥിക്കേണ്ടതാണെന്നും ഇതാണ് യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ മദ്ഹബ് എന്നും ഇങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ചില സഹോദരങ്ങളിൽ മൂടറച്ച് പോയിട്ടുള്ളതിനെക്കുറിച്ചും ഈ വിഷയത്തിലെ ഹക്ക് എന്താണെന്നും അല്പം വിവരിക്കാം. ഇങ്ങനെ തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. ഇതാണ് അഹ്ലുസുന്ന എന്ന് വിശ്വസിക്കുന്നു, എന്താ ഹക്കെന്ന് പറയാം എന്ന് അദ്ദേഹം പറയാം. ഒന്നാമതായി ഈ ദലാലത്തുകൾ കടന്നുകൂടിയ വഴിയെക്കുറിച്ച് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഈ ദലാലത്തുണ്ടായത്, ഈ വഴികേട് എന്താ ഉണ്ടായത് എന്ന വഴികേട് വരാൻ കാരണം അദ്ദേഹം പറയാം. ബഅദു സൂഫിയത്ത് റളിയല്ലാഹു അൻഹും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഉഴ്ത്തിയ ഫുലാനുൻ കലിമത്ത കുൻ, ഇന്നാൾക്ക് കുൻ എന്ന കലിമത്ത് നൽകപ്പെട്ടു. അതായത് അദ്ദേഹം ഒരു വസ്തുവോട് ഉണ്ടാവണമെന്ന് ആജ്ഞാപിച്ചാൽ തൽക്ഷണം അത് ഉണ്ടാകും. ഈ വിധമുള്ള ഒരു പദവി അദ്ദേഹത്തിന് കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബഅദു സൂഫിയത്ത്, ചില സൂഫികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറഞ്ഞ സൂഫികളെ ചില ഉദ്ധരൊക്കെ എടുത്തു കൊടുക്കാം എന്ന് അദ്ദേഹം പറയാം. അൽ മുഖ്രിജു മിൻ ഹാദിഹിൽ ളലാലാത്ത്, ഈ വഴികേടിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഇതാണ് നമ്മൾ പേരോട് മുസ്ലിം വായിച്ച ഭാഗം. 30 ഭാഗം കണ്ടോ, കെ.എം. മൗലവി പറയുന്നു കുൻ എന്ന അധികാരമുണ്ട്, തസറുഫുണ്ട്, കുത്തുബുണ്ട്, വൗസുണ്ട് എന്ന് കെ.എം. മൗലവി പറയുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ പേരോട് മുസ്ലിയാർക്ക് വെല്ലുവിളി. രസതല ഇന്ന് 2:30 മണി മുതൽ 5:30 മണി വരെ പേരോട് മുസ്ലിയാർ ഈ വിഷയത്തിൽ മാത്രം പ്രസംഗം കണ്ട് ഏത് വഹാബിക്കും ചോദ്യം ചോദിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞത്. 2:30 മണിക്ക് മൂപ്പര് യൂട്യൂബ് കയറി നോക്കുമ്പോൾ ചെറിയൊരു അടിക്കുറിപ്പ്, പ്രസംഗം ലൈവില്ല, ശേഷമുള്ള വിഗ്രഹൽക്ക ലൈവ് ഉണ്ടാകും. തിരക്കിടില്ല, പോട്ടെ. ഏതായിരുന്നാലും ശരി, കെ.എം. മൗലവി പറയാൽ മുഖ്രിജു മിൻ ഹാദിഹിൽ ളലാലാത്ത്, ഈ വഴികേടിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? അദ്ദേഹം പറയും, ഈ വകയിൽ വന്നിട്ടുള്ള ദലാലത്തുകളെ മൊത്തത്തിൽ 3 ഭാഗിക്കാം. 3 വഴികേടാണ് ഉള്ളതെന്ന്. ഒന്ന്, ചില ഔലിയാക്കൾക്ക് എന്തു കാര്യത്തെയും അവരെ ഇഷ്ടം പോലെ ഉണ്ടാക്കുവാനും നശിപ്പിക്കുവാനുള്ള ശക്തി അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതാ ഒരു ദലാലത്ത്, ഒരു വഴികേട് അതാണ്. രണ്ടാമത്തെ വഴികേട് ആലമുൽ ഷഹാദയിലാവട്ടെ ആലമുൽ ഗൈബിലാകട്ടെ യാതൊരു കാര്യവും അവരുടെ അറിവിൽ പെടാതെയും അവരുടെ അനുമതി കൂടാതെയും നടക്കുകയില്ല. അതാണ് രണ്ടാമത്തെ ദലാലത്ത്. മൂന്നാമത്തെ എന്താ? ഈ 2 ദലാലത്തുകളുടെയും അനന്തര ഫലമായി ഉണ്ടായിട്ടുള്ളതാണ്. എന്ത് ആവശ്യങ്ങൾ സാധിക്കണമെങ്കിലും എത്ര വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും അള്ളാഹുവിനോട് ദുആയിരിക്കണമെന്നില്ലാതായി. ഔലിയാക്കളായി വിശ്വസിക്കപ്പെടുന്ന ചില മഹാത്മാക്കളെ വിളിച്ച് അവരോട് തേടാമെന്നായി. ഇതാണ് 3 ദലാലത്ത്. കെ.എം. മൗലവി പറയാം. എന്നിട്ട് ഈ ദലാലത്തിൽ രക്ഷപ്പെടാൻ എന്താ മാർഗം? അൽ മുഖ്രിജു മിൻ ഹാദിഹിൽ ളലാലാത്ത്, ഈ ദലാലത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ദലാലത്തിൽ നിന്നായി സമുദായത്തിന് രക്ഷ കിട്ടേണ്ടിയിരിക്കുന്നു. ഈ 3 വഴികേടുന്ന് സമൂഹം രക്ഷപ്പെടണം. അതിനാൽ ഓരോന്നിൽ നിന്നും മഖ്റജിനെ തേടുക. എല്ലാ ഔലിയാക്കളെക്കാളും ഉൾക്കിട്ടരും സകലരെക്കാളും എത്രയോ അധികം മുഴുജത്തുകളും കറാമത്തുകളും കൊടുക്കപ്പെട്ടവരുമായ ശഫീഉൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആയത്തുകൾ നിരത്തി കൊടുക്കാം. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദാ ഖുൽ ഇന്നി ലൻ യുജിറനി മിനല്ലാഹി അദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദാ, എനിക്ക് പോലും ഉപകാരം ചെയ്യാൻ ഉപദ്രവം തടയാൻ എനിക്ക് സാധ്യമല്ല, മണഞ്ഞ കാര്യം അറിയില്ല, റബ്ബിൻ്റെ ഖജനാവ് എൻ്റെ കൈവശമില്ല തുടങ്ങി നബിയെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിച്ച ധാരാളം ആയത്ത് കെ.എം. റഹിമഹുല്ലാ തുടർന്നെടുത്ത് കൊടുക്കുന്നു. പിന്നെ ഹദീസുകൾ കൊടുക്കുന്നു. ഈ ഹദീസും ആയത്തും വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ഔലിയാക്കന്മാർക്ക് അങ്ങനത്തെ യാതൊരു കഴിവുമില്ല. അത് 1-ാം ദലാലത്തിൽ രക്ഷപ്പെടുത്താൻ. പിന്നെ ഇത് 2-ാം ദലാലത്തിൽ രക്ഷപ്പെടുത്താനുള്ള ഹദീസാണല്ലോ നമുക്ക് കാണേണ്ടത്. അതിന് എതിരായി വന്ന ആയത്തുകളെ ഹദീസുകളെ മൗലവി വീണ്ടും എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് 3-ാം ദലാലത്ത് പറയുന്നു, അതിനൊക്കെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ പറയുന്നു. എന്നിട്ട് പിന്നെ
അദ്ദേഹം പറഞ്ഞു, സൂഫികൾ പറഞ്ഞല്ലോ ചിലർക്ക് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, ചിലർക്ക് തസറുഫുണ്ട്, കൈകാര്യകർത്തത് അധികാരമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് പോലും ഇവർ പറയുന്ന അർത്ഥത്തിലല്ല, അവർ പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണ് എന്ന് ആ വാക്കിന് പോലും ഒരു നല്ല വ്യാഖ്യാനം നൽകി അത് ഇങ്ങനെയല്ല എന്ന് സ്ഥാപിച്ചു കൊടുക്കുകയാണ് കെ എം മൊയ്‌ലി റഹിമഹുള്ള ചെയ്തത്. അതിനിടയിൽ നിന്നാണ് ഒരു കഷ്ണം മുറിച്ചിട്ട് കണ്ടോ കെ എം മൊയ്‌ലി പറഞ്ഞിരിക്കുന്നു കുത്തുബുണ്ട്, വൗസുണ്ട്, തസറുഫുണ്ട്, കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്ന് കെ എം മൊയ്‌ലി പറഞ്ഞിരിക്കുന്നു. ഈ ജംഇയ്യത്തുൽ ഇപ്പോൾ നിലവിലുണ്ടോ നമുക്ക് ചോദിക്കുന്നത്. ഉണ്ടോയെന്ന് എനിക്കും അറിയില്ല, സംശയമുണ്ട്. ആവട്ടെ, പക്ഷേ ഈ ആശയം ഇപ്പോഴും നിലവിലുണ്ട്. ഈ ആശയം ഇപ്പോഴും നിലവിലുണ്ട്. ഈ ആശയത്തിൽ 100% ഉറച്ചു നിന്നുകൊണ്ട് ഇത് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് യാതൊരു സംശയവുമില്ല, യാതൊരു ആശങ്കയുമില്ല. കെ എം മൊയ്‌ലി റഹിമഹുള്ള പ്രമാണം അടിസ്ഥാനമാക്കി പഠിപ്പിച്ച ഏതു ആദർശത്തെയും അത് അതേപടി ഇന്നും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതാണ് വിസ്ഡം ഓർഗനൈസേഷൻ. മാനുഷികമായ വല്ല അബദ്ധങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ശരി, അമ്പിയ അല്ലാത്ത മറ്റാർക്കും വല്ല അബദ്ധങ്ങളും സംഭവിച്ചേക്കാം. അത്തരം അബദ്ധമുണ്ടെങ്കിൽ അത് അബദ്ധമാണെന്ന് തുറന്നു പറയാനും ആരുടെ കാര്യത്തിലും മടിയില്ലാത്തത് പോലെ കെ എം മൊയ്‌ലിയുടെ വിഷയത്തിലും മുജാഹിദീങ്ങൾക്ക് മടിയില്ല എന്നേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. സഹോദരങ്ങളെ, ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് കെ എം മൊയ്‌ലി പറയുന്ന ഇതിൽ ഒരു ഭാഗം മാത്രം ടെക്സ്റ്റ് ആക്കിയിട്ട് വ്യാപകമായി കൊടുക്കുക. കുറ്റ്യാടിക്ക് വരിയുന്ന മൂപ്പരെ വിശാഖങ്ങൾ വരുന്നുണ്ട്, കുറ്റ്യാടിക്ക് വരുന്നുണ്ട്, നമ്മൾ പോയി നോക്കുക. ഇത് 2ാം ഘട്ടം 3ാം ഘട്ടം നടക്കും. അതൊക്കെ ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ട്. ഈ വക ഖുറാഫാത്തും ശിർക്കും ഈ രൂപത്തിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ അനുവദിക്കില്ല, അത് നോക്കി നിൽക്കില്ല. ഇത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബിഇദ്നില്ല, റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായിരുന്നെങ്കിലും എല്ലാത്തിനും കഴിവുള്ളവർ, രോഗം മാറുത്തുന്നവർ, സന്താനത്തെ നൽകുന്നവർ, ആയുസ് നീട്ടുന്നവർ എന്നു മാത്രമല്ല ലോകത്തിൻ്റെ മൊത്തം കൺട്രോള് ഇവർക്കാണ്. ലോകം നിയന്ത്രിക്കുന്നത് CM ആണ്. കേട്ടോളൂ നിങ്ങൾ ആ ഒരു അവകാശവാദം കൂടി. നിയമങ്ങൾ കൊണ്ടുവരുന്നതും നടപ്പിലാക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്നതും അവരാണ്. മുദബ്ബിറുൽ ആലം എന്ന് മടവൂർ ശൈഖ് വെറുതെ പറഞ്ഞതല്ല. മുദബ്ബിറുൽ ആലമായി, ഖുതുബുൽ ആലമായി, ശൈഖുൽ മശായിഖായി, അതിലും വലിയ വലിയ ആളായി ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ലോകത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്. സഹോദരങ്ങളെ, എത്രമാത്രം അപകടമാണ്. മുദബ്ബിറുൽ ആലം എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരുന്നത്. അല്ലാഹു തആല മക്കയിലെ മുശ്രിക്കുകളെ പറ്റി വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങളെ മുദബ്ബിർ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അവിടെ മറുപടി അല്ലാഹ് എന്നാണെന്ന് വിശുദ്ധ ഖുർആൻ മക്കത്തെ മുശ്രിക്കിനെ പറ്റി പറയുന്നു. ഇവിടെ പറയുന്ന മുദബ്ബിറുൽ അംർ ശൈഖുനയാണത്രേ. ലോകത്തിൻ്റെ മൊത്തം നിയന്ത്രണം ശൈഖുനാൾക്കാണത്രേ. സുബ്ഹാനല്ലാഹ്, റഹ്മാനായ റബ്ബിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദാബ് ഇറങ്ങാത്തത്. അത്രയും വലിയ ധിക്കാരമാണ്. പ്രമാണങ്ങളെ കൊഞ്ഞനം കുത്തുന്ന അഹ്ലുസുന്നക്ക് ഘടകവിരുദ്ധമായ ശുദ്ധമായ ശിയാ ആശയമാണ് ഈ മനുഷ്യന്മാരുടെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. അവർക്ക് ഒരേ സമയത്ത് ഒന്നിലേറെ തടി സ്വീകരിക്കാൻ പറ്റുന്ന ഞാൻ കേൾപ്പിക്കുന്നില്ല. ഒരുപാട് തടി ഉണ്ടാകുന്ന 2ഉം 3ഉം 4ഉം ഒന്നല്ല 70 തടികൾ വരെ ഒരേ സമയത്ത് ഉണ്ടായിട്ടുണ്ട് CM എന്നാണ് പറയുന്നത്. അബദാലായാൽ 40 തടി സ്വീകരിക്കാമെന്നാണ് സൂഫി വിശ്വാസം, ഷിയാ വിശ്വാസവും. അതിനു മേൽപോട്ട് പോയാൽ അബദാലിനും മേൽപോട്ടെത്തി കുത്തുബായി, ഔസായി, കുത്തുബുൽ അഖ്താബക്കായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ലിമിറ്റുമില്ല. ഒരേ സമയം എത്ര തടിയും സ്വീകരിക്കാം. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞുവല്ലോ, വഖാലൂ ലി യാ ഹാദാ തറക്ത സ്വലാതക വലം യഅലമൂ അന്നി ഉസല്ലി ബിമക്കത വലാ ജാമിഉൻ ഇല്ലാ വലി ഫീഹി മിൻബറു വലാ മിൻബറുൻ ഇല്ലാ വലി ഫീഹി ഖുത്ബതി. മുഹീദ്ദീൻ ശൈഖ് നിസ്കരിക്കാറില്ല എന്ന CM അങ്ങനെ തന്നെയാണ്. അപ്പൊ ആളുകൾ ആക്ഷേപം, യാ ഹാദാ തറക്ത സ്വലാതക, എന്താ മനുഷ്യ നിസ്കാരം ഒഴിവാക്കിയത്? വലം യഅലമൂ അന്നി ഉസല്ലി ബിമക്കത, അവർക്കറിയില്ലല്ലോ ഞാൻ മക്കയിൽ നിസ്കരിക്കുന്നുണ്ട് എന്ന്. നാട്ടിൽ ഭക്ഷണം കഴിക്കും, നാട്ടിൽ ആളെ കാണും, നാട്ടിൽ കച്ചവടം ചെയ്യും, നിസ്കരിക്കാൻ മാത്രം മക്കത്തേക്ക്. CM അങ്ങനെ തന്നെയായിരുന്നു. വഹാബിയാളെ വേക്കിൽ നിസ്കരിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള വിശ്വാസം കൊണ്ടാണോ നമുക്കറിയില്ല. അല്ലാഹു സ്ഥിരമായ 5 വഖത്തിന് അങ്ങണ്ടാ പോക്ക്. അവിടെ മാത്രമല്ല, ജീലാനിയെ പറ്റി പറഞ്ഞതെന്താ? വലാ ജാമിഉൻ ഇല്ലാ വലി ഫീഹി മിൻബറു, ലോകത്തെവിടെയെല്ലാം ജുമുഅത്തെ പള്ളിയുണ്ടോ അവിടെയെല്ലാം എനിക്കൊരു മിമ്പറുണ്ട്. വലാ മിമ്പറുൻ ഇല്ലാ
വലി ഫീഹി ഖുത്ബതി. എവിടെയെല്ലാം മിമ്പറുണ്ടോ അവിടെയെല്ലാം ഞാൻ ഖുത്ബയും നിർവഹിക്കുന്നുണ്ട് എന്ന് ഷെയ്ഖ് ജീലാനി പറഞ്ഞുവെന്നാ പ്രചരിപ്പിക്കുന്നത്. അത് തന്നെയാ CM നെയും കുറിച്ച് പറയുന്നത്. ഒരേ സമയം വ്യത്യസ്തമായ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. എന്നാ ഒരു തടി മരിച്ചപ്പോഴോ ആ തടി കൊണ്ടുപോയി മറവ് ചെയ്തു, ബാക്കി തടിപ്പുണ്ടോ? ആരോടപ്പം ചോദിക്കുക? ഒരു തടിയല്ലേ കബറടക്കിയത്, ബാക്കി തടികൾ എവിടെയാ? ഞാൻ അവിടേക്ക് ജാറുണ്ടാകുമോ അതും അറിയില്ല. രണ്ടാമത്തെ തടി മരിച്ചു കഴിഞ്ഞപ്പോൾ വാർത്ത വരൂ. എന്തന്ധവിശ്വാസം പറഞ്ഞാലും വിശ്വസിക്കാൻ ആളുകൾ തയ്യാറാണല്ലോ സഹോദരങ്ങളെ. എത്രമാത്രം വേദനാജനകമാണ് ഇക്കാര്യങ്ങൾ. അവസാനം പറഞ്ഞ് മുസ്ലിയാർ പറഞ്ഞ് മരിക്കാൻ സമയത്ത് റൂഹ് തൊണ്ടക്കുലേക്ക് എത്തുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട സ്ഥാനത്ത് CM എന്ന് പറഞ്ഞ് മരിച്ചാൽ വലിയ ഫضലാണ് എന്ന് നഊദുബില്ല. എല്ലാ മുസ്ലിമും ആഗ്രഹിക്കുന്ന വല്ലാത്തൊരു ആഗ്രഹമല്ലേ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോഴെങ്കിലും അള്ളാഹുവിനെ നാമം ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കാൻ. അതുപോലും തെറ്റിക്കാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. കേട്ടോളൂ നിങ്ങൾ അത്തരുടെ ആ ധിക്കാരപരമായ വാക്കുകൾ. മുകളിലേക്ക് പോയപ്പോ ബെല്ലടിച്ചു. ചെന്നപ്പോ അവർക്ക് എന്തോ ഒരു വിഷമുണ്ട്. അപ്പൊ അവിടുന്ന് പറയുന്നത് CM എന്ന് 3 പ്രാവശ്യം പറഞ്ഞത്രേ. അവിടുത്തെ ഭാര്യ സയ്യിദ അവറുകൾ പറയുന്നു, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. CM ചെറിയ വാക്കല്ല അത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അത്യുന്നതരായ മഹാന്മാരുടെ പേര് മറിഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ്. ദിക്ർ ചെല്ലുമ്പോൾ ഒരു ബർസഖോട് കൂടെ ചെല്ലണമെന്ന് അദ്ഖിയയിൽ കാണാം. അതിന്റെ വിശദീകരണത്തിൽ കിഫായത്തുൽ ഹസ്സയിൽ കാണാം. ഐ ഷെയ്ഖിൻ, തന്റെ ആത്മീയ ഷെയ്ഖിനെ കൂട്ടിയായിരിക്കണം ചൊല്ലേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. അത് മനസ്സിൽ തസവ്വുറോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ത്വരീഖിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. കണ്ടോ സഹോദര, മരിക്കാൻ സമയത്ത് പോലും ഷെയ്ഖിന്റെ പേര് പറഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ അത് വല്ലാത്ത ഫളലാണ് എന്ന്. സഹോദരന്മാർ, എന്താണ് ഈ പറയുന്നത്? ആർക്കായി ഉൾക്കൊള്ളാൻ കഴിയുക? സമസ്തയുള്ള അള്ളാഹിനെ പേടിക്കുന്ന മുതഅല്ലിമീങ്ങളെ, മുഅല്ലിമുകളെ, മുദരിസുമാരെ, ഖതീബുമാരെ, നിങ്ങൾ ആത്മാർത്ഥമായി പറയണേ, ഈ ആശയം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മരിക്കാൻ സമയത്തും ഏതെങ്കിലും ഷെയ്ഖിന്റെ പേര് പറഞ്ഞ് മരിച്ചാൽ വലിയ ഫളലാണ് എന്ന് ഷിയാക്കളല്ലാതെ മറ്റാരാ പഠിപ്പിച്ചത്? ഷിയാക്കളെ പഠിപ്പിച്ചിട്ടുള്ളൂ, അല്ലാതെ അഹ്ലു സുന്നക്ക് പരിചയമില്ല. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നല്ലേ? അതല്ലേ വിശ്വാസിയുടെ ആഗ്രഹം? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹ് ബുഖാരിയിൽ അവസാനമായി കൊടുത്ത ഹദീസ് അതാണ്. അന്ത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാവണമെന്ന സൂചനയാണത്. അതിൽ നിന്ന് പോലും മട്ടിമറിച്ചിട്ട് മരണസമയത്ത് പോലും അള്ളാഹിൻ്റെ പേര് ഉച്ചരിക്കുന്നതിന് പകരം അല്ലാത്ത മഖ്ലൂക്കിൻ്റെ പേര് പറഞ്ഞ്, സൃഷ്ടിയുടെ പേര് പറഞ്ഞ് മരിക്കാനാണ് സഹോദരങ്ങളെ ഇവർ സമൂഹത്തെ ആഹ്വാനം ചെയ്ത് അതിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ വക തട്ടിപ്പന്മാരുടെ പിന്നാലെ കൂടിയാൽ കറാമത്തിൻ്റെ പേരും പറഞ്ഞ്, വിലായത്തിൻ്റെ പേരും പറഞ്ഞ്, നൂറെ ഹബീബ് എന്നും അതേപോലെ വ്യത്യസ്തങ്ങളായ പേര് അറിവിൻ നിലാവായും അല്ലാത്ത നിലാവായും അദ്കാറു സുബാഹും അദ്കാറുൽ മസാവും ഓരോ പേരിൽ വരുമ്പോൾ അതൊക്കെ എന്തോ പുണ്യമാണെന്ന് കരുതി കൂടെ കൂടുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഇതൊക്കെ അവസാനം മരിക്കാൻ സമയത്ത് പോലും അള്ളാഹിൻ്റെ പേര് പറയാൻ കഴിയാതെ, കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന ദുർഗതിയായിരിക്കും ഉണ്ടാവുക എന്ന് മറക്കാതിരിക്കുക. വൈലത്തൂർ തങ്ങളെപ്പറ്റിയാണ് അയാളെ പറഞ്ഞത്. തങ്ങൾ മരിക്കാൻ നേരത്ത് CM എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. ഇത് പറഞ്ഞപ്പോൾ അവരെ ഗ്രൂപ്പിൽപ്പെട്ട ഉസ്താദ് എനിക്ക് തോന്നിയാവും ഇത് കുറച്ച് ഓവറായിപ്പോയി, ഇങ്ങനെ പറയാൻ പറ്റൂല. അദ്ദേഹം അത് പച്ചക്ക് പറഞ്ഞു. ഈ പറഞ്ഞ നുണയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒന്ന് പറഞ്ഞാൽ ബാക്കി ഖിയാസാക്കാലോ. പറഞ്ഞോട്ടെ, പടശ്ശേരി അസംസ്കാരം പറയട്ടെ. വിഷയങ്ങൾ ഇങ്ങനെ നിങ്ങൾ ആ പൊണ്ണിങ്ങനെ കേട്ടിട്ട് അതിങ്ങനെ എവിടെയോ പണ്ടാരോ പറഞ്ഞു ഏതോ രാമനാട്ടുകാരൊരു പെണ്ണ് ഒരു കറുത്ത ആന
അപ്പൊ പിന്നെ ഭയങ്കര ഒരു പെണ്ണിന്റെ തൊള്ളിൽ കൊള്ളുള്ളൂ, അതെങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കുമ്പോ പുലിക്കോടനായി കഴിഞ്ഞപ്പോ അതിലൊരു കറുത്ത പച്ച പറ്റിയതാണ്. ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ വന്നപ്പോഴാണ് ഇത് ആനത്തുപ്പനായത്. ഇതുപോലെ ഒരു മുസ്ലിം മരിക്കുന്ന സമയത്ത് അത് ഔലിയാണെങ്കിലും ഔലിയല്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കൊണ്ട് മരിക്കാൻ സാധിച്ചാൽ അയാൾ മഹാഭാഗ്യവാൻ. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് കേട്ടില്ലെങ്കിൽ അയാൾ നരകത്തിലാവുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അല്ലാഹുവിന്റെ ഖദാ പ്രകാരം നടക്കും. അതേ സമയത്ത് ഒരു നല്ല മരണം എന്ന് പറഞ്ഞാൽ ആഖിർ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവുക. എന്നാ വൈലത്തിൽ തങ്ങൾ അത് ചൊല്ലിയിട്ടല്ല. സിഎം ആരാണ് ഈ പച്ചപ്പൊള്ളു പറഞ്ഞത്? കണ്ടോ, ആരാ ഈ പച്ചപ്പൊള്ളു പറഞ്ഞത്? പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ നേരത്തെ. അപ്പൊ എല്ലാം പൊള്ളന്നെ. ഇത് മാത്രമല്ല, ഈ പറഞ്ഞതൊക്കെ കളവാണ്. അതൊന്നും ശരിയല്ല. ഞങ്ങളടുത്ത് അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക, അത് പൈശാചികമാണെന്ന് വിചാരിക്കുക എന്നല്ലാതെ അതൊന്നും കറാമത്തല്ല. ഇവിടുത്തെ മരിക്കുമ്പോൾ വേറൊന്നും പേര് വിളിച്ചെന്നാൽ അത് കറാമത്താ അല്ല. അത് ശൈത്വാൻ ചെയ്ത് പറ്റിച്ചു മനസ്സിലാക്കാന്നല്ലാതെ. സഹോദരങ്ങളെ, ഈ രൂപത്തിന് അവർക്കുള്ളിൽ ചില മനുഷ്യന്മാർക്ക് ഇത് സഹികെട്ടിട്ട് ഇത് സഹിക്കാൻ കഴിയാതെ അവർ പറഞ്ഞു പോകുന്നു. ഇതല്ലേ സഹോദരൻ എല്ലാത്തിലുള്ള വസ്തുത? ഇതിൽ മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ വിലായത്തിൻ്റെ വിഷയത്തിൽ, ഈ പറഞ്ഞ കറാമത്തിൻ്റെ വിഷയത്തിൽ, കുത്തുബിൻ്റെ വിഷയത്തിൽ ഒക്കെ തന്നെയാണ്. എല്ലാം കളവുകളാണ്. അങ്ങനത്തെ ഒരു കുത്തുബില്ല, അത്തരമൊരു ഗൗസില്ല, അത്തരം കുത്തുബിൽ അഖ്താബില്ല, അങ്ങനത്തെ ഒരു അബുദാലില്ല, അത്തരമൊരു അഖിയാസില്ല, നുജബ ഇല്ല, നുഖബ ഇല്ല. അതെല്ലാം വെറുതെ ആരോ കെട്ടിയുണ്ടാക്കി ഈ സമൂഹത്തെ ശിയായിസത്തിലേക്ക് കൊണ്ടുവന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമാണ്. അല്ലാതെ ഇതൊക്കെ ആണെങ്കിൽ ഈ അസമുസ്ലിനെ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പം അള്ളാഹ്ക്ക് ഇപ്പം എന്താ പണിയില്ല? ലോകം ഷിഫിയാക്കുന്ന CM, കൺട്രോൾ ചെയ്യുന്ന CM എല്ലാം ഔലിയാക്കന്മാരാണെങ്കിൽ ഞാൻ അള്ളാഹുവിനെന്താ പണി? മൂപ്പനെ പറഞ്ഞു കേട്ടോളൂ നിങ്ങൾ. അർഹമുറാഹിമായ റബ്ബിനെ, അവൻ്റെ ഖദാഅ്, അവൻ്റെ ഖദർ, അവൻ്റെ വഹദാനിയത്ത്, ആ റബ്ബ് നമുക്ക് തന്ന ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ തൗഹീദ്, അതിൻ്റെ ആചാര അനുഷ്ഠാന മര്യാദകളാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്നിപ്പോൾ നീ ചില ആളുകളെ പ്രസംഗം കേട്ടാൽ വിചാരിക്കും അള്ളാഹ്ക്ക് ഒരു പണിയില്ലപ്പോൾ, പണികളൊക്കെ ഇവരെപ്പോലുള്ള കുറേ ആൾക്കാരങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇത് വരുത്തലാണ്. ഈ പ്രസംഗം കൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവോ? റഹ്മാനായ റബ്ബ്, അവൻ്റെ ഖദർ കൊണ്ടല്ലാതെ ഒരു സംഗതി ഇവിടെ നടക്കൂല. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഓതിയ ആയത്തിലെ ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അതേ സഹോദരങ്ങൾ, അവിടേക്കാണ് സമൂഹത്തിൻ്റെ വിശ്വാസം കൊണ്ടുപോകുന്നത്. എല്ലാം മഹാന്മാർ, എല്ലാം ഔലിയാക്കന്മാർ. എന്തു പ്രശ്നമുണ്ടോ അവിടെ തേടിയാൽ മതി, അവിടെ പറഞ്ഞാൽ മതി, അവരെ വിളിച്ചാൽ മതി. അതിനാണ് മാലപ്പാട്ടുകൾ, അതിനാണ് മൗലീദുകൾ, അതിനാണ് കുത്തുബിയത്തുകൾ. അതല്ലാതെ തൗഹീദിൻ്റെ ആശയം, ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന വിശ്വാസം സമൂഹത്തിന് കിട്ടുന്നില്ല. ഈ വിഷയങ്ങളൊന്നും അഹ്ലുസുന്നയല്ല. ഇതെല്ലാം ശുദ്ധ ഷിയായിസമാണ്. ഈ എല്ലാ വിശ്വാസവും ഇതേപോലെ ഷിയാക്കളിൽ കാണാം. ഈ ആചാരങ്ങളെല്ലാം ഇതേപോലെ ഷിയാക്കളിൽ കാണാം. അതല്ലാതെ ഇത് ഖുർആൻ പഠിപ്പിച്ച ആശയമല്ല, ഹദീസുകൾ പഠിപ്പിച്ച ആശയമല്ല, അഹ്ലുസുന്ന സ്വീകരിച്ച ആശയമല്ല എന്ന് നാം തിരിച്ചറിയുക. ഷിയാക്കൾ തന്നെ അത് തുടർന്ന് സമ്മതിക്കുന്നുണ്ട്. സുന്നി ഷിയ ഭായ് ഭായി ആണ് എന്ന് അവർ പറയുന്ന ആ വാക്ക് കൂടി കേട്ട് എന്റെ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. പറയട്ടെ. अल्हम्दुलिल्लाह शिया सुन्नी मुसलमान अहले बैत के आशिक, लेकिन ये जो दूसरी चीजें अभी आ रही हैं सल्फियों और वहाबियों की तरफ से, ये अहले बैत के दुश्मन लगते हैं. जाहिर उनकी कब्रों को भी गिरा दिया, अभी आप सुनने के और दूर होगा. लेकिन जितने सुन्नी हैं हमारे भाई, वो अहले बैत के आशिक हैं, बड़ा एहतराम करते हैं, रोते हैं, मजसे में आते हैं, नजर नियाज करते हैं. देखिए बीच में अहले सुन्नत हैं, इनकी तादाद सबसे ज्यादा है सारी दुनिया में. इधर शिया है, इधर वहाबी है. अब जो अकलमंदी करेगा, फ्यूचर उसी का, मुस्तकबिल उसी का रोशन. अब अकायद में सुन्नी हमारे भाई 90% उनका अकीदा हमारा एक है. हम कहते हैं या रसूल अल्लाह, वो भी कहते हैं या रसूल खुदा. हम कहते हैं या अली मदद, सुन्नी भी कहते हैं या अली मदद. हम मजलिसों में रोते हैं,
सुन्नी भी रोते हैं, वहां भी सब इसको बिद्दत बिद्दत हराम हराम समझते हैं। हम औलिया खुदा की मदारों पे जाते हैं, सुन्नी हजरात भी जाते हैं। हम नजर नियाज देते हैं, सुन्नी भाई भी नजर नियाज देते हैं। हम शफाअत के कायल हैं, वो भी शफाअत के कायल हैं। हम जियारत पे जाने के कायल हैं। 99% भी कह सकते हैं, लेकिन 90% कोई शक ही नहीं। अकाइद जो हमारे हैं वो अहले सुन्नत के भाइयों के एक है, मगर 90% वहां भी उनके अकायद हमारे खिलाफ है। शियों के भी सुन्नी के, और वो आपने देखा कि मदारों पर भी वो बम रखते हैं, उन्हें भी मार रहे हैं, हमें भी मार रहे हैं। लेकिन अब अकलमंदी अगर हम करें तो सुन्नी भाई हमारे पास आएंगे, लेकिन अफसोस ये है कि जो अकलमंदी हमें करनी चाहिए वो हम नहीं कर रहे हैं। वहाबी उन्हें पैसे दे के खींच रहे हैं, और हमारी मजलिस में अगर आ जाए हम 2-3 ऐसी बातें कर देते हैं कि वो फिर दोबारा आते ही नहीं। सुन्नी भाई मजलिसों में आते हैं, मजलिसें करते हैं। मुल्तान में हमसे मजलिस एक सुन्नी भाई पढ़वाता था, कहते कि 90 के करीब परमिटें हैं जुलूस की, और उसमें से 70 അതെ. അപ്പൊ എല്ലാ അർത്ഥത്തിലും സുന്നി ഷിയ ഭായി ഭായിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് സുന്നിസമല്ല, ഇത് ഷിയായിസമാണ്. അതുകൊണ്ട് ഇത് അഹ്ലുസുന്ന വൽ ജമാഅയാണെന്ന് തെറ്റിദ്ധരിച്ച് സഹോദരങ്ങളെ പെട്ടുപോകേണ്ടതില്ല. ഈമാൻ നഷ്ടപ്പെടും, വിശ്വാസം പിഴച്ചു പോകും. അഹ്ലുസുന്നയുടെ അഖീദയല്ല, ഷിയ അഖീദയിലേക്കാണ് ഈ സമൂഹത്തെ ഇത്തരം ആളുകൾ കൊണ്ടുപോകുന്നതിന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നന്നു. ആ നിലയ്ക്ക് ശരിയായ അഖീദ പഠിക്കാൻ, ഖുർആനിലേക്ക് ഹദീസിലേക്ക് മടങ്ങാൻ നാം തയ്യാറാവണേ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത്, ജാമിയ അൽ ഹിന്ദ് പുറത്തിറക്കിയ അൽ ജാമിഅ എന്ന സമ്മേളന ഉപഹാരം ഏതാനും കോപ്പികൾ പുറത്ത് വിൽപ്പനക്കുണ്ട്. എല്ലാവരും ഒരു കോപ്പി കൈപ്പറ്റാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. 70 രൂപയാണ് വില. എല്ലാ അർത്ഥത്തിലും നല്ല വൈജ്ഞാനികമായ ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ റഫറൻസ് കൂടിയാണ് ആ ഒരു സമാഹാരം. അത് എല്ലാവരും വാങ്ങണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. ഇൻഷാ അല്ലാഹ് ഈ സംസാരത്തിൻ്റെ ക്രോഡീകരണം നിർവഹിക്കാൻ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവർകളെ അധ്യക്ഷന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.